എന്തായാലും പന്നി കൊണ്ടുപോകും. എന്നാൽ പിന്നെ ഇച്ചിരി വളം ഇട്ട് കൊഴുത്തത് കൊണ്ടുപോട്ടെ. ഇച്ചിരി വെള്ളം ചോദിച്ചപ്പോൾ ഫ്രീസറിൽ ഇരുന്ന് വെള്ളം അങ്ങനെ കൊണ്ടുപോകും. വെള്ളം തന്നതിന് പ്രതിഫലം പക്കാവട. അരിമാവും കടലമാവും ഒരുപോലെ വേണം. പണ്ടേ ബുദ്ധി ഇച്ചിരി കൂടുതലായതുകൊണ്ട് മുളക് പൊടി എടുത്ത് മണത്ത് നോക്കി തുമ്മി എന്റെ അടപ്പളകി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടി ഉപ്പിട്ട് നന്നായിട്ട് അരിക്കണേ. മാവ് ഇങ്ങനെ കിടന്ന പക്കാവട കൊഴുക്കട്ടെ. ഭയങ്കര വെയില്. വെളുത്തുള്ളി പൊളിക്കുന്ന മെഷീൻ എങ്ങനെയുണ്ട്? കാണുമ്പോൾ നിസ്സാരമാണെങ്കിലും ചെയ്യാൻ ഭയങ്കര പാടാ. സകല കള്ളന്മാരെ മനസ്സുവരിച്ച് മാവ് ഇടിച്ചും കുഴയ്ക്കുക, എണ്ണ ഒഴിക്കുക. ഇതാണ് പ്രധാന ആയുധം. ഇതിനകത്തും എണ്ണ ഒഴിക്കുക. ഇനി മാവ് അതിനകത്തേക്ക് നിറച്ചിട്ട് ശകല ശക്തി എടുത്ത് തിളച്ച എണ്ണയ്ക്കകത്ത് പിഴിഞ്ഞൊഴിക്കുക. കറക്കലിന്റെ ശക്തി അല്പം കുറച്ചിട്ടില്ലെങ്കിൽ പിടി ഒടിഞ്ഞ് കയ്യിലിരിക്കും. വെറുതെ വീട്ടിലുള്ള പോരാളിയുടെ തെറിയേക്കണ്ട. ഹൈ പക്കാവട. ചൂട് കൂടിയ എന്ത് കറിവേപ്പില, എന്ത് ബെഞ്ചാമരം എന്തെങ്കിലും ഇട്ടങ്ങ് വീശുക. അങ്ങനെ തിളച്ച എണ്ണയ്ക്കകത്തുനിന്ന് പക്കാവട മുഴുവൻ വറുത്ത് കോരി ഇനി ചുറ്റി വെച്ചേക്കുന്ന പക്കാവട എടുത്ത് ഒടിച്ച് ചെറുതാക്കാം. ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാമെങ്കിൽ വീട്ടിലുള്ളവർക്ക് കൊടുക്കാം അല്ലേ? കൊള്ളാം. ഇനി ധൈര്യമായിട്ട് വീട്ടിലുള്ളവർക്ക് കൊടുക്കാം. അമ്മയുടെ സ്പെഷ്യൽ ചായയും കൊണ്ട് അമ്മയും വന്നിട്ടുണ്ടേ. പിന്നെ അവിടെ നടന്ന ഒരു യുദ്ധമായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.